നമസ്കാരം. നമ്മുടെ മാർച്ച് 31 നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സമഗ്രയിൽ ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഇൻട്രസ്റ്റ് ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തു, ഫൈനൽ ക്ലോഷറിന് വേണ്ടിയിട്ട് ബില്ല് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അതേ എമൗണ്ടിന് തന്നെ 20,000 തന്നെ ഒരു ക്ലോഷർ ഇൻവോയ്സും കൂടെ ക്രിയേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലോഷർ ഇൻവോയ്സ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പൈസ ഡിവിഷനിൽ അടക്കേണ്ടി വരും. അടക്കാനുള്ള ഇൻവോയ്സ് ആണ് ക്രിയേറ്റ് ആയത്. അപ്പോൾ അത് പക്ഷേ ഡിവിഷനിൽ നമ്മളൊന്ന് റിജക്റ്റ് ചെയ്ത്, അപ്പം ഡിവിഷൻ്റെ ഒരേ സമയത്ത് തന്നെ ഇൻവോയ്സ് ബില്ലുകളും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പേയ്മെൻറ്റ് ഇൻവോയ്സും കൂടെ ക്രിയേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു കാരണം ഉണ്ട്. അത് നമുക്കത് ഇങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി ചെയ്യാമെന്നുള്ളതിന് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ഇൻവോയ്സ് ബില്ല് എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഓരോ ഇൻവോയ്സായിട്ട് ഡേറ്റും പർട്ടിക്കുലേഴ്സ് കൊടുത്ത് അതിൻ്റെ PDF അല്ലെങ്കിൽ JPG അപ്ലോഡ് ചെയ്ത് നമ്മളോട് എല്ലാ എക്സ്പെൻസും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെൻസ് നമുക്കിവിടെ ഞാനിപ്പോൾ ടോട്ടൽ 20,000 ഒരു ഇംപ്രഷൻ അഗൈൻസ്റ്റ് 15,000 ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്തു. ക്ലോഷർ ഇൻട്രസ്റ്റിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ നേരെ കാണാം അവിടെ 20,000 പേയ്മെൻറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വിഷയം വരും. കാരണം ഇത്രയും എമൗണ്ടിൻ്റെ ഒരു പേയ്മെൻറ്റ് വൗച്ചറാണ്. അതിന് സമയത്ത് ഈ വിൻഡോ സ്ക്രീനൊന്ന് റിഫ്രഷ് ചെയ്യുക. തിരിച്ച് നമ്മളൊന്നും കൂടെ ഡാഷ്ബോർഡ് പോയിട്ട് അതിന് ശേഷം വീണ്ടും നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചർ ഇൻട്രസ്റ്റിൽ അക്കൗണ്ട്സിൽ ഇൻട്രസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം അവിടെ നേരത്തെ നമ്മൾ നമ്മൾ തിരിച്ച് വീണ്ടും പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്ലോഷർ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ വിൻഡോ 20,000 ലയബിലിറ്റി എളുപ്പം പോയിട്ട് കാണാം. ഇപ്പം നമുക്ക് ബാലൻസ് ഉള്ള 15,000 കഴിച്ച് ബാക്കി 5,000 ആണ് ഞാനിപ്പോൾ ഈ ചെയ്തത്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ 0 ബാലൻസ് ഉള്ള ഒരു ക്ലോഷർ ബില്ല് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഫൈനൽ ക്ലോഷർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് പോകാം. ഇപ്പോൾ ചാർജ് ഹാൻഡ് ഓവർ ചെയ്ത് പ്രൊമോഷനായിട്ടൊക്കെ ആയിട്ട് പോയ പല ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം ശരിയാക്കിയത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.